വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്ന ഒരു സങ്കല്പം ഉണ്ടായത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ രാജഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ആശയം അവിടെ ഉണ്ടായത്. എന്താണ് ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം? എല്ലാ പൗരന്മാർക്കും ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക, എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കുക, എന്തെങ്കിലും കാരണം കൊണ്ട് അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ രാഷ്ട്രം ഉറപ്പാക്കുക. അതായത് പ്രായാധിക്യം കൊണ്ട് ജോലി ചെയ്യാൻ കഴിയാതെ വരുന്നവർക്കും എന്തെങ്കിലും ബലഹീനതകൾ ഉള്ളവർക്കും എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക. ഇതെല്ലാം ഉള്ള ഒരു രാഷ്ട്രത്തിനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ലോകത്തിൽ പലതരം രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഓട്ടോക്രാറ്റിക് റൂൾ, ഡെമോക്രസി. അപ്പോൾ ഏതുതരം ഭരണക്രമത്തിൽ കൂടെയാണ് ഈ ക്ഷേമരാഷ്ട്രം സാധ്യമാകുന്നത് എന്നാണ് ഇന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൂഷ്ചേവിൻ്റെ കാലത്തൊക്കെ റഷ്യ വളരെ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സ്പുട്നിക് തുടങ്ങിയ ബഹിരാകാശ കാര്യങ്ങളിൽ വളരെ പുരോഗതി നേടിയെന്നുമൊക്കെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി റഷ്യ പുരോഗമിക്കുകയല്ലായിരുന്നു, നേരെ മറിച്ച് അധപ്പതിക്കുകയായിരുന്നു എന്ന് ലോകം മനസ്സിലാക്കി. ഈ സ്പുട്നിക്കൊക്കെ വിട്ട സമയത്ത് ജനങ്ങൾ ഒരു കഷ്ണം റൊട്ടിക്കും കേടുവന്ന കാബേജ് സൂപ്പിനും വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോൾ ക്ഷേമരാഷ്ട്രം ഒരിക്കലും ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിൽ കൂടെ എത്തുകയില്ല എന്ന് ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്ക് ഉണ്ടായി. ഇപ്പോൾ റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു പരാജയം എല്ലാം ഗവൺമെൻറ് നടത്തുക, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കഴിഞ്ഞ ഉടനെ ഈ സാധാരണ കൂലിവേല ചെയ്യുന്ന തൊഴിലാളികൾക്ക് വളരെ കൂടുതൽ ശമ്പളവും ഡോക്ടർമാർ, എഞ്ചിനീയർ തുടങ്ങിയ ആളുകൾക്ക് വളരെ കുറഞ്ഞ ശമ്പളവും ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതായത് കൂടുതൽ പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർക്ക് കുറഞ്ഞ ശമ്പളവും ഈ കൂലിവേല തുടങ്ങിയ ശാരീരിക അധ്വാനം ചെയ്യുന്നവർക്ക് കൂടുതൽ ശമ്പളവുമൊക്കെ കൊടുക്കാൻ ആരംഭിച്ചു. അവസാനം ആരും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പോകാതെയായി. അങ്ങനെ സമൂഹം ആകെ കുത്തഴിഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു. അങ്ങനെ നിൽക്കക്കല്ല് ഇല്ലാതെയാണ് അവസാനം സോവിയറ്റ് യൂണിയൻ തകർച്ചയിലേക്ക് പോയത്. അപ്പോൾ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുകയും
എല്ലാം ഗവൺമെൻറ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ കൂടെ ക്ഷേമരാഷ്ട്രം പടുത്തുയർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ലോകത്ത് 10ഓളം പ്രധാന രാജ്യങ്ങളിൽ ഈ എല്ലാം ഗവൺമെൻറ് നടത്തുന്ന പൊതുമേഖല സമ്പ്രദായം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം ചെറുതും വലുതുമായ രാജ്യങ്ങളിൽ ഈ പൊതു മേഖല സമ്പ്രദായം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം എന്ന് പേര് പറയുന്ന രാജ്യങ്ങൾ പോലും 3-4 എണ്ണം മാത്രമേ ഉള്ളൂ. അവിടെയും സ്വകാര്യ പങ്കാളിത്തം കൂടി വരികയാണ്. സ്വകാര്യ മേഖലയാണ് ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുമേഖല സമ്പ്രദായം കൊണ്ട് ക്ഷേമാവസ്ഥ എത്തുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ മേഖലയെ പറ്റിയുള്ള ഒരു പ്രധാന സംശയം, ഈ സ്വകാര്യ മേഖല വികസിക്കുമ്പോൾ ഈ പണമുള്ളവർക്ക് പണം കൂടിക്കൊണ്ടിരിക്കും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും എന്നുള്ളതാണ്. ഒരു ഏകാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത് ശരിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും ശരി, ക്യാപിറ്റലിസ്റ്റ് ഭരണമായാലും ശരി, ഒരാൾ ഏകാധിപതിയായിരുന്ന് ഭരിക്കുമ്പോൾ അയാളുടെ സിൽബന്ധികൾക്ക് മാത്രമേ എന്തെങ്കിലും വ്യവസായങ്ങൾ തുടങ്ങാനോ നടത്തിക്കൊണ്ടു പോകാനോ അനുവാദം കിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും പണക്കാർ കൂടുതൽ പണക്കാരാകുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുവാദമുണ്ട്. അത് ഒരാൾക്ക് മൂലധനമില്ലെങ്കിൽ കുറേ പേർക്ക് ഒരുമിച്ച് കൂടി മൂലധനം സമാഹരിച്ച് വ്യവസായങ്ങൾ തുടങ്ങാം. പിന്നെ സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതിയിൽ കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിച്ചെങ്കിലേ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് കൂടുതൽ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരെയും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പര്യാപ്തമാക്കുക എന്നുള്ളത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ ഒരാവശ്യമാണ്. പിന്നെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കൂടുതൽ ടാക്സ് കിട്ടും. അപ്പോൾ ഗവൺമെൻറ്റിന് ബലഹീനത ഉള്ളവരെയും ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരെയും സോഷ്യൽ സെക്യൂരിറ്റിയിലൂടെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്ന് ക്ഷേമാവസ്ഥ അല്ലെങ്കിൽ ക്ഷേമ രാഷ്ട്ര സങ്കല്പം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സ്വതന്ത്ര കമ്പോള വ്യവസ്ഥ ഉള്ള രാജ്യങ്ങളിലാണ് ഇത് സാധ്യമായിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും എടുത്ത് അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെയോ പാർപ്പിടമില്ലാതെയോ വസ്ത്രമില്ലാതെയോ ആളുകൾ അവിടെയൊന്നുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു കാറ്, ഫ്രിഡ്ജ് തുടങ്ങിയ ലഘു സുഖോപഭോഗ വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും ലഭ്യമാണ് എന്നുള്ളതാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പ്രധാന ഒരു ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇത് സാധ്യമായിരിക്കുന്നത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതി ഉള്ള രാജ്യങ്ങളിലാണ്, അതായത് സ്വകാര്യ മേഖല വികസിച്ചിട്ടുള്ള രാജ്യങ്ങളിലാണ്. ഈ സ്വകാര്യ മേഖല വികസിക്കാൻ ഒരു പ്രധാന കാരണം ഏറ്റവും കഴിവുള്ളവരെ അവർക്ക് പറ്റിയ ജോലികളിൽ നിയമിക്കാൻ ഏർപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് പൊതുമേഖലാ സമ്പ്രദായമുള്ള രാജ്യങ്ങളിൽ ഒരാളെ ഒരു തൊഴിലിൽ
ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അയാളെ അവിടെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏറ്റവും കഴിവുള്ള ആളെ ഒരു ജോലിയിലും നിയമിക്കാനുള്ള വ്യവസ്ഥയില്ല. അപ്പോൾ ഏറ്റവും കഴിവുള്ള ആളുകൾ അവർക്ക് ഏറ്റവും യോജിച്ച തൊഴിലിൽ ഏർപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടും. അപ്പോൾ ക്ഷേമ പരിപാടികൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ ഗവൺമെൻറ്റിന് കഴിയും. അതുകൊണ്ട് താത്വികമായും പ്രായോഗികമായും സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതി തന്നെയാണ് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഏറ്റവും യോജിച്ച സമ്പ്രദായമെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്.